ഇന്നലെ അടിമാലിയിൽ നിന്ന് പെൻഷനുമായി ബന്ധപ്പെട്ട വാർത്ത പ്രേക്ഷകർക്ക് കിട്ടിയതാണ്. പെൻഷനുമായി ബന്ധപ്പെട്ട പ്രതിഷേധ സമരം ആദ്യം മറിയ ചേച്ചിയായിരുന്നു അടിമാലിയിൽ സമരം ചെയ്തത്. പിന്നീട് ഇന്നലെ ഓമന ചേച്ചിയുടെ പ്രതിഷേധം കണ്ടു. പക്ഷേ അത് 5-6 മണിക്കൂറിനുള്ളിൽ തന്നെ CPM നേതൃത്വം ഇടപെട്ട് വളരെ പെട്ടെന്ന് ആ സമരം അവസാനിപ്പിച്ചു. പക്ഷേ ഇന്നിപ്പോൾ ഇതാ സമാനമായ രീതിയിൽ അടിമാലി മോഡൽ സമരം പാലക്കാട് ക്ഷേമ പെൻഷൻ ആവശ്യപ്പെട്ട് വൃദ്ധരുടെ സമരമാണ്. 92 വയസ്സുകാരിയായ പത്മാവതിയും മകൾ 67 വയസ്സുകാരിയായ ഇന്ദിരയുമാണ് സമരം ചെയ്യുന്നത്. 6 മാസമായി ഇവർക്ക് പെൻഷൻ കിട്ടിയിട്ട് എന്ന് പറഞ്ഞാൽ 1600 രൂപ വെച്ച് അവർക്ക് 6 മാസമായി പെൻഷൻ കിട്ടിയിട്ട് അമ്മയ്ക്കും മകൾക്കും. ഇക്ബാൽ അറക്കൽ നമുക്കൊപ്പം ചേരുന്നു തത്സമയം. ഇക്ബാൽ അറക്കൽ, അടിമാലി മോഡൽ സമരമാണ് ഇപ്പോൾ പാലക്കാട്ട് അകത്തേത്തറ പഞ്ചായത്തിന് മുന്നിലും നമ്മൾ കാണുന്നത്. എന്താണ് ആ അമ്മയുടെയും മകളുടെയും ആവശ്യം? തീർച്ചയായും 92 വയസ്സുണ്ട് എന്ന് പറയുമ്പോൾ അമ്മയ്ക്ക് പെൻഷൻ കിട്ടാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മകൾക്കുമുണ്ട് പെൻഷൻ കിട്ടാൻ 6 മാസത്തെ കുടിശ്ശിക. എന്താണ് അമ്മയും മകളും പറയുന്നത് ഇക്ബാൽ? അരുൺ, 6 മാസമായി ഈ പാലക്കാട് അകത്തേത്തറ ഓഫീസിന് മുന്നിൽ ഇപ്പോൾ ഈ സമരം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ 92-കാരി പത്മാവതി അമ്മയ്ക്കും അതുപോലെ തന്നെ ഇവരുടെ മകളായിട്ടുള്ള 67-കാരി ഇന്ദിരയ്ക്കും പെൻഷൻ കിട്ടിയിട്ട് ഇവർ നിരവധി തവണ അധികൃതർക്ക് പരാതി നൽകിയിരുന്നു. പക്ഷേ ഇതുവരെയും ഇതിലൊരു തീരുമാനം ഉണ്ടാകാത്തതിനാലാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു സമരവുമായി തന്നെ ഇവർ രംഗത്തെത്തിയിരിക്കുന്നത്. യാതൊരു കാരണവശാലും ഇനി ജീവിതമായി മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അതുകൊണ്ട് ഇനി തങ്ങളുടെ ജീവിതം ഈ ഒരു പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ തന്നെ നയിക്കും എന്നാണ് ഇവർ പറയുന്നത്. ഇവർ ഇപ്പോൾ ഒരു പ്ലക്കാർഡ് ഉൾപ്പെടെ ഉയർത്തിക്കൊണ്ടാണ് ഈ ഒരു സമരം ചെയ്യുന്നത്. അത് വായിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവും. 6 മാസമായി പെൻഷനില്ല, ഞാൻ ഇനി എന്ത് ചെയ്യണമെന്നാണ് ഇപ്പോൾ ഈ അമ്മയുടെ മകളായിട്ടുള്ള ഇന്ദിര ഉൾപ്പെടെ ഇവിടെ ഇരുന്നു കൊണ്ട് ഇവിടെ ഈ അധികാരികളോട് ചോദിക്കുന്നത്. നിരവധി തവണ ഈ പെൻഷൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഇവർ ഈ പഞ്ചായത്ത് ഓഫീസ് കയറി ഇറങ്ങി. ആരും തന്നെ ഇവരെ സഹായിക്കാൻ വേണ്ടി ഇവിടേക്ക് എത്തിയിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇനി മുതൽ ഈ പെൻഷൻ കിട്ടുന്നവരെ ഈ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ തന്നെ ഇരുന്നു കൊണ്ട് പ്രതിഷേധിക്കും എന്നൊരു സാഹചര്യത്തിലേക്ക് ഇവരെ എത്തിച്ചിട്ടുള്ളത്. ഈ 92 വയസ്സുകാരിയായ പത്മാവതി അമ്മയ്ക്ക് ഒന്ന് എണീച്ച് ഇരിക്കാൻ പോലും കഴിയാത്ത ഒരു അവസ്ഥയാണ്. അവർ അത്രയും ഒരു ക്ഷീണിതയാണ്. ഈ 2 പേർക്കും അസുഖങ്ങളുണ്ട്, വാർദ്ധക്യ സഹജമായിട്ടുള്ള അസുഖങ്ങൾ ഉള്ളവരാണ്. ഇവർക്ക് മരുന്നുകൾ വാങ്ങേണ്ടതുണ്ട്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടുള്ള മരുന്നുകൾ വാങ്ങാനുള്ള പൈസ കണ്ടെത്തണമെങ്കിൽ യാതൊരു നിവൃത്തിയും ഇവർക്കില്ല. പെൻഷനെ മാത്രം ആശ്രയിച്ചാണ് ഇവർ ജീവിച്ചിരുന്നത്. ഇത് മുടങ്ങിയതോടുകൂടിയാണ് ഇപ്പോൾ ഇവർ വളരെ പ്രയാസത്തിലായിരിക്കുന്നത്. അമ്മേ, എത്ര മാസമായി ഇപ്പോൾ കറക്റ്റ് പെൻഷൻ? 6 മാസമായി പെൻഷൻ കിട്ടാണ്ടായിട്ട്. യാതൊരു വഴിയില്ലാത്തത് കൊണ്ടാണ് ഇപ്പം ഇങ്ങനെ വന്നിരിക്കുന്നത്. അമ്മയ്ക്കാണെങ്കിൽ അസുഖങ്ങളുണ്ട്, പ്രഷർ, ഷുഗർ, കൊളസ്ട്രോള് പറഞ്ഞ് എനിക്കും ഉണ്ട്. കൈ 2 അനക്കാൻ വയ്യ എനിക്ക്. അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങൾ എങ്ങനെ ജീവിക്കണം എന്നാണ് ചോദിക്കുന്നത്. ഈ ശബരിമലയിൽ വന്നിട്ടുണ്ടല്ലോ ഇഷ്ടംപോലെ പണം. ഈ പണമൊക്കെ എവിടെ പോണു? ഞങ്ങളെപ്പോലുള്ള പാവങ്ങൾക്ക് തന്നൂടെ ഈ പണം? അത് എല്ലാ ഹിന്ദുക്കളുടെ അമ്പലങ്ങളിലും വരുന്നുണ്ട് പൈസ. ഈ പൈസ മുഴുവൻ സർക്കാരിലേക്കല്ലേ പോകുന്നത്? എന്താണ് ഞങ്ങളെപ്പോലുള്ള പാവങ്ങൾക്ക് ഈ പൈസ തന്നാൽ എന്താ?